ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മൾ കഴിഞ്ഞ കാലം കോവിഡിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ. ആ കോവിഡ് കാലത്തിന് ശേഷം വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം അല്ലേ, അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. ആ കോവിഡ് കാലത്ത് പല മേഖലകളും സ്തംഭിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അത് അല്ലേ. പല ആളുകൾ അതിൻ്റെ കഥാപാത്രങ്ങളായിട്ടുണ്ടാവാം. അതിനകത്ത് നമ്മൾ ആ സമയങ്ങളിൽ നമ്മളൊക്കെ കടന്നുപോയ ആ ഘട്ടങ്ങൾ നമ്മൾ ഒരിക്കലും ഓർത്തെടുക്കാൻ പോലും ശ്രമിക്കാത്തൊരു കാലഘട്ടമാണ്. നമുക്കൊരുപാട് വിഷമങ്ങളും അല്ലേ നൽകി കടന്നുപോയുള്ള ആ കോവിഡ് കാലത്ത്. ആ സമയങ്ങളിലാണ് കൂടുതലായിട്ട് സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം. അത്തരം സന്ദർഭങ്ങളിലാണ് കുട്ടികൾക്ക് പഠനം മുടങ്ങും എന്നുള്ള ഘട്ടങ്ങളെത്തുന്ന സാഹചര്യത്തിൽ പല സ്കൂളുകളും ഗൂഗിൾ മീറ്റ് വഴിയും വാട്സപ്പ് ക്ലാസ് വഴിയും നമ്മുടെ മക്കൾക്ക് ക്ലാസ് കൊടുക്കാൻ ശ്രമം നടത്തി അല്ലേ. ആ സമയത്ത് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത പല വിഷയം കൊണ്ട് അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പുതുതായിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് കിട്ടിയിരുന്ന കൃത്യമായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആ സന്ദർഭങ്ങൾ കൂടുതലായത് കാരണം നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും പല സ്കൂളിലും ഉണ്ടായിട്ടുള്ളത്. അതിനാൽ അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് അവരെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. സോഷ്യൽ മീഡിയയെ പറ്റി അറിയാത്ത പല ആളുകളും ആ സമയങ്ങളിൽ അതിനെ പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ ആ സോഷ്യൽ മീഡിയ പല ആളുകൾക്കും മറ്റൊരു വരുമാന മാർഗമായി മാറിയിട്ടുമുണ്ട്. പല മേഖലകളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സമയങ്ങളിൽ അറിയാവുന്ന സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പല ആളുകളും അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതറിയാത്ത ആളുകൾ പലപ്പോഴും പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണല്ലോ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോകും. അല്ലാത്ത ആളുകൾ ഇങ്ങനെ താഴെത്തട്ടിലേക്ക് പോരും. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ്സിലായിക്കോട്ടെ, അതായത് നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള എന്ത് മാറ്ററുകളായിക്കോട്ടെ, ഏത് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഒരു ഓൺലൈൻ ഡിസിപ്ലിൻ എന്ന സംഭവമുണ്ട്. പല ആളുകൾക്ക് അറിയാം, ഒഫീഷ്യലായിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണത്. അതൊക്കെ നമ്മൾ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോയാൽ സോഷ്യൽ മീഡിയ നമുക്ക് നല്ലൊരു മികച്ച വരുമാന മാർഗമാണ്. ഇത് പല മേഖലകളും, നിങ്ങളുടെ ഒരു മേഖല എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ആർട്സിൻ്റെ ലെവലിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. മറ്റൊരു ഒഫീഷ്യൽ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് അവർക്ക് ചിന്തിച്ചു പോകാവുന്ന കാര്യങ്ങളാണത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഈ വരവോട് കൂടിയിട്ട് പല ആളുകൾക്കും ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുവരെ വേൾഡിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് നമ്മളുടെ അറിവ്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത വ്യക്തി വിവരമാണ് പറഞ്ഞത്. വേൾഡ് ലെവലിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് ലൈവായിട്ട് വരച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാവുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം,
നമ്മളെ മക്കൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമുക്കൊരു റീചാർജ് ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ നമ്മൾ പല ആൾക്ക് പോസ്റ്റ് പെയ്ഡ് കണക്ഷനുള്ള ആളുകളുണ്ടാവും, പ്രീപെയ്ഡ് കണക്ഷനുള്ള ആളുകളുണ്ടാവും. പല ആളുകളും ഉപയോഗിക്കുന്നത് അതൊരു നമ്മളൊരു ഹോബി അല്ലേ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുപോകും. ബിസിനസ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാവും നോക്കുക, അല്ലാത്ത ആളുകൾ മറ്റുള്ള ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഇതിൽ കുറച്ച് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിയും. ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം അല്ലേ? പല ആളുകൾക്ക് ഒരുപാട് സ്കിൽസ് ഉള്ള ആളുകളുണ്ട്, പാട്ട് പാടാൻ അറിയുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അല്ലേ, പല മേഖലകളുണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളുണ്ട്, അത്തരം മേഖലകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാന മാർഗം ആക്കി കൊണ്ടുപോകാൻ കഴിയില്ല? അവിടെ വരുന്ന വിഷയം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ് അവിടെ സത്യം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം, മനസ്സിലുള്ള ആശയം അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു നൽകാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിങ്ങളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റി വിജയിക്കാൻ കഴിയും. ഒരു സൈഡ് ഇൻകം, നിങ്ങൾ എന്ത് ജോലി ചെയ്തോട്ടെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കുട്ടികൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, അവർ ഇവിടെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പല ഏജിലുള്ള കുട്ടികളുണ്ട് കേട്ടോ, അവർക്ക് അവർ ചെയ്യുന്ന വർക്ക് അതല്ലെങ്കിൽ ഒരു കസ്റ്റമർ പറയുന്ന വർക്ക് അത് കൃത്യമായി കമ്പോസ് ചെയ്തുകൊണ്ട് വരച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിയും. ഒരു പെയ്ഡ് വർക്കായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഈ കുട്ടിക്കാലത്ത് തന്നെ അവർക്കതൊരു വരുമാന മാർഗമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങളിൽ, ഏത് ജീവിതത്തിൽ ഏത് ദിവസങ്ങളിൽ ഏതെങ്കിലും കുറച്ച് സമയം ഈ സോഷ്യൽ മീഡിയയ്ക്ക് വെറുതെ ചുമ്മാ കണ്ടുപോകാണ്ട് അതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാൻ കഴിയും. ഇത്ര കുട്ടി ഇന്ന വയസ്സ് എന്നൊന്നും ഇല്ല, അത് ഏകദേശം ഒരു 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം, പ്രായമുള്ള ആളുകളടക്കം യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയക്കകത്തും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ. ഈ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് അവരിടുന്നൊരു ഓരോ പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾക്കകത്ത് പോയിട്ട് ആളുകൾ കമൻ്റ് ഇടും, പല നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് കമൻ്റ് ഇടും. ഈ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് അറിയില്ല അത് അവർക്കൊരു എനർജിയാണ്. എത്ര കമൻറ്റ് നിങ്ങൾ ഇട്ടാലും അല്ലെങ്കിൽ എന്ത് നെഗറ്റീവായിട്ട് പറഞ്ഞാലും പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാലും സോഷ്യൽ മീഡിയ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ബൂസ്റ്റിംഗ് ആണത്. അതിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും, അല്ലാത്ത ആളുകൾക്ക് ഒന്നും അറിയില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് മികച്ചൊരു വരുമാന മാർഗം സോഷ്യൽ മീഡിയ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ല് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. മടിക്കരുത്, നമ്മളുടെ സമയം ഓരോന്നും വിലപ്പെട്ടതാണ്. ഈ നിമിഷം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് ഈ നിമിഷം കിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല നാളേക്കായി നമുക്ക് മുന്നേറാം. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.